കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന വാർത്തകൾ നിങ്ങൾ കാണാൻ സാധിക്കും. പലപ്പോഴും യാത്ര ചെയ്യുന്ന സ്ത്രീകളെ, കൂടെ പഠിക്കുന്ന സ്ത്രീകളെ, അവരുടെ എല്ലാം ചിത്രങ്ങൾ പകർത്തി അത് വളരെ വൃത്തിഹീനമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. എത്രയോ വലിയ ഫിത്നയാണ്. ഫിത്ന ചെയ്തിട്ടുണ്ട്, അത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ വ്യാപകമായി പരിഹസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ വസ്ത്രം. അവർ മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുമ്പോൾ അതിനെ അങ്ങേയറ്റം പരിഹസിക്കുന്നുണ്ട്. പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പള്ളി മെമ്പറുകളിൽ നിന്ന് വരെയും അതിനെ അപഹസിക്കുന്നു, കളിയാക്കുന്നു. ദീനി പ്രബോധകർ എന്ന് പറയുന്ന ആളുകൾ വരെയും അതിനെ പരിഹസിക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ മുഖം മറയ്ക്കാമോ പാടില്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മസലയാണ്. അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അഹ്ലുൽ ബിദ്അക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ബിദ്അകളടക്കം മുൻഗാമികൾ ഒന്നടങ്കം ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. സ്ത്രീകൾ മുഖം മറയ്ക്കാം, ദീനിൽ നിയമമാക്കപ്പെട്ട കാര്യമാണ്. ഇതിന് ബിദ്അത്തിന്റെ കക്ഷികൾക്ക് വരെ അഭിപ്രായ വ്യത്യാസമില്ല. ഖവാരിജികൾ എടുത്താലും മുഅ്തസിലികൾ എടുത്താലും റവാഫിദുകൾ എടുത്താലും ഷിയകൾ എടുത്താലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നിർബന്ധമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ട്. നിർബന്ധമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഉണ്ട് ചില അഭിപ്രായ വ്യത്യാസം പല മക്കൾക്കുണ്ട്. പല ഉലമാക്കളും അത് സുന്നത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിർബന്ധമില്ല എന്ന് പറയുന്ന ഉലമാക്കളും ഫിത്ന വ്യാപകമായി കഴിഞ്ഞാൽ അവിടെ നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. നിർബന്ധമില്ല, സുന്നത്താണെന്ന് പറയുന്ന ഉലമാക്കളുടെ അടുക്കലും ഫിത്നയെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അന്യ പുരുഷന്മാരുടെ അടുക്കൽ സ്ത്രീകൾ മുഖം മറയ്ക്കണം, ഇത് നിർബന്ധമാണ്. ഫിത്ന ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഫിത്ന ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ അന്യപുരുഷന്മാർ അവരുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുക, അങ്ങനെ അവർ ഫിത്നയാകപ്പെടുക, അതാണ് ഉദ്ദേശം. അക്രമം കാണിക്കണമെന്നൊന്നുമില്ല, അതല്ലെങ്കിൽ തന്നെ ഒരു ഫിത്നയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മൊത്തത്തിൽ പറഞ്ഞാൽ അത് സുന്നത്താണെന്ന് പറയാൻ യാതൊരു വൃത്തിയില്ല. നിർബന്ധമാണെന്ന് എല്ലാ ഉലമാക്കളും ഏകോപിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന വാർത്തകൾ നിങ്ങൾ കാണാൻ സാധിക്കും. പലപ്പോഴും യാത്ര ചെയ്യുന്ന സ്ത്രീകളെ, കൂടെ പഠിക്കുന്ന സ്ത്രീകളെ, അവരുടെ എല്ലാം ചിത്രങ്ങൾ പകർത്തി അത് വളരെ വൃത്തിഹീനമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. എത്രയോ വലിയ ഫിത്നയാണ്. അപ്പോൾ ഈ കാലത്ത് അത് നിർബന്ധമാണെന്നുള്ളതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും എന്തായി നിർബന്ധമാണെന്നവരെയും ഏകോപിച്ചൊരു കാലഘട്ടമായി മാറി. പക്ഷേ അതിനെ വളരെ പരിഹസിക്കുക, നിന്ദിക്കുക, അതൊന്നും ദീനിൽപ്പെട്ടതല്ല എന്ന് പറയുക. ദീനിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ദീനിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അത് മുഖേന കുഫ്ർ വരെ സംഭവിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യത്തെ നിഷേധിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. പരിഹസിക്കുന്നത് കുഫ്റാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അവരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ സംഭവമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് കൊണ്ടുവരുന്നു. അവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് കാണുന്നത്. ആയിഷ റളിയല്ലാഹു ഇരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അത്ഭുതം കൂറിക്കൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഉണരുന്നത്. ഇത് കേട്ടത് പെട്ടെന്ന് ഞെട്ടിയിരുന്നു. ഉടനെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഖമ്മറതു വജ്ഹി ബിജിൽബാബി, ഉടനെ തന്നെ ഞാൻ എൻ്റെ ജിൽബാബ് കൊണ്ട് ചെയ്തു, മുഖം മറച്ചു. അത് ചെയ്യുന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഉടനെ തന്നെ മുഖം മറക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് സഫ്വാനിന് ഞാൻ ആയിഷയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹിജാബിന്റെ ആയത്തിറങ്ങിയാൽ പിന്നീട് സ്ത്രീകളെ കാണാൻ അത് മാർഗമില്ല. അപ്പൊ ഹിജാബിന്റെ ആയത്തിന്റെ അർത്ഥം എന്താ? സ്ത്രീകളെ കാണാൻ പറ്റൂല. അവർ അവരുടെ മുഖം മറച്ചിട്ട് ആവശ്യത്തിന് പുറത്തിറങ്ങുവാണെങ്കിൽ ഇറങ്ങുകയുള്ളൂ. അപ്പൊ എന്നെ കണ്ടപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത്? ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങി, മുഖത്തെ വസ്ത്രം നീങ്ങിയിട്ടുണ്ടാകാം. ഈ സമയത്ത് എന്ത് ചെയ്തു? എന്നെ കണ്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അത് കേട്ട് ഞെട്ടി ഉണർന്നു. ഉടനെ തന്നെ എന്ത് ചെയ്തു? ഹിജാബ് ധരിച്ചു. എന്നിട്ട് പറയണം എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ തിരിച്ചറിഞ്ഞത്. അപ്പൊ ഹിജാബിന്റെ ആയത്തിന്റെ അർത്ഥം എന്താ? സ്ത്രീകൾ മുഖം മറക്കണം എന്നുള്ളതാണ്. പിന്നെ ആളുകൾ അതിന് പല പല ന്യായങ്ങളുമായിട്ട് പറയും. വളരെ പരിഹാസ്യമായ ന്യായങ്ങളാണ്. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ മുഖം മറക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ മുഖം തുറക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ഇബാദത്തല്ലേ, അപ്പോൾ മുഖം തുറക്കാൻ വേണ്ടി പിന്നെ ബാക്കിയുള്ള സമയത്ത് എന്താണ്? ഇത് ശരീഅത്തിന്റെ നിയമങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് എന്ത് ചെയ്യും? ഇൽമ് ഉയർത്തപ്പെടുകയും ജഹ്ൽ വ്യാപകമാവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി പറയുന്നത് അതിന്റെ ഭാഗമാണത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ധരിക്കേണ്ട വസ്ത്രം ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് പാടില്ലാത്തത്, ഏതാണ് പാടുള്ളത്. അപ്പൊ നബി പല പല വസ്ത്രങ്ങൾ പറഞ്ഞു. പുരുഷന്മാർ ഖമീസ് ധരിക്കരുത്, ഖുഫ ധരിക്കരുത്, തലമറയ്ക്കരുത്. അതേപ്രകാരം സ്ത്രീകൾ നിഖാബ് ധരിക്കരുത്, കയ്യുറ ധരിക്കരുത്, ഇങ്ങനെ പലതും പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? പുരുഷന്മാർ ഖമീസ് ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ എല്ലാവരും നഗ്നരായിട്ട് ഇഹ്റാം ചെയ്യുന്നതാണ്. അതാണ് എന്റെ അർത്ഥം, അതല്ല എന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവർ ശരീരത്തിന്റെ ഖമീസ് എന്ന് പറഞ്ഞാൽ ഓരോ അവയവങ്ങൾക്ക് പ്രത്യേകമായി കൈയുണ്ടാകും, മറ്റുള്ള അങ്ങനെ പ്രത്യേകമായി ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. കാലിലേക്ക് പ്രത്യേകം ഇടുന്ന വസ്ത്രം, പാന്റ് പോലെ, അങ്ങനെ അത് ധരിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അവരെന്ത് ചെയ്യണം? അങ്ങനെ അല്ലാത്തതായ വസ്ത്രം ധരിക്കണം, മേൽ വസ്ത്രം ധരിക്കാം, അതേപോലെ ഉടുമുണ്ട് കൊടുക്കാം. സ്ത്രീകളോട് നിഖാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല? മുഖം മറയ്ക്കാൻ പാടില്ല എന്നല്ല. പിന്നെ എന്താണ്? നിഖാബ് എന്ന് പറഞ്ഞാൽ മുഖത്തിന് പ്രത്യേകമായ ആവരണമാണ്, അത് പാടില്ല. എന്നാൽ മറ്റുള്ള വസ്ത്രങ്ങളാകാം. സ്വഹാബി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹജ്ജിന്റെ വേളയിൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ പുരുഷന്മാർ വന്നാൽ അവരും ചെയ്യുമായിരുന്നു, തലയുള്ള വസ്ത്രം കൊണ്ട് മുഖം മറയ്ക്കുമായിരുന്നു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ധാരാളം തെളിവുകളുള്ളതായ വളരെ പുണ്യകരമായ ഒരു കാര്യത്തെ ദീനിൽപ്പെട്ടത് തന്നെയല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കപ്പെടുകയാണ്. പറഞ്ഞു വന്നത് ഫിത്ന ചെയ്തിട്ടുണ്ട്, അത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്.